This program co-sponsored by JMJ Fintech, NPFC listed at BSc. In association with Shalom Mattress, everlasting comfort and durability. നമസ്കാരം. ഡീകോഡിംഗ് ബഡ്ജറ്റ് എന്ന ബഡ്ജറ്റിന്റെ പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം. ഭാരതം ഇന്ന് ഉറ്റുനോക്കിയ 2026 കേന്ദ്ര ബഡ്ജറ്റ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ അവതരിപ്പിച്ചു. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്കുള്ള മൂന്നാം മോദി സർക്കാരിന്റെ ഈ ബഡ്ജറ്റ് കേവലം അക്കങ്ങളുടെ പട്ടികയാണോ അതോ സാധാരണക്കാരന്റെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കുന്ന വികസന രേഖയാണോ എന്നതാണ് രാജ്യം ഇന്ന് ചർച്ച ചെയ്യുന്നത്. മധ്യവർഗത്തിന് ആദായ നികുതി ഇളവുകൾ, യുവാക്കൾക്കായി ഇന്റേൺഷിപ്പ് പദ്ധതികൾ, കർഷകർക്കും MSME മേഖലയ്ക്കും പ്രത്യേക പാക്കേജുകൾ, ഇങ്ങനെ വാഗ്ദാനങ്ങളുടെ പെരുമഴ തന്നെയാണ് ബഡ്ജറ്റിലുള്ളത്. എന്നാൽ കടക്കണിയും തൊഴിലില്ലായ്മയും നേരിടുന്ന ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കാൻ ഈ പ്രഖ്യാപനങ്ങൾ എത്രത്തോളം പര്യാപ്തമാണ്? ഓഹരി വിപണിയും ബാങ്കിംഗ് മേഖലയും ഈ ബഡ്ജറ്റിനെ എങ്ങനെ കാണുന്നു? നിർമ്മല സീതാരാമന്റെ ഈ ബഡ്ജറ്റ് ഒരു വളർച്ചാ ബഡ്ജറ്റാണോ? ഈ വിഷയമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയിൽ എന്നോടൊപ്പം സാമ്പത്തിക വിദഗ്ധയായ ഡോക്ടർ മേരി ജോർജ്, ബാങ്കിംഗ് വിദഗ്ധനായ ദിലീപ് ജി മേനോൻ, മുൻ വ്യവസായ സെക്രട്ടറി TS ചന്ദ്രൻ, മൈഫിൻ മാർക്കറ്റ് റിസർച്ച് കൺസൾട്ടന്റ് മനു അശോക് എന്നിവർ. ആദ്യം ശ്രീ TS ചന്ദ്രൻ, MSME സെക്ടറിനെ ഈ ബഡ്ജറ്റ് വേണ്ട രീതിയിൽ അഡ്രസ് ചെയ്തിട്ടുണ്ടോ? നമസ്കാരം. കേരളം ഏറെ പ്രതീക്ഷിച്ചിരുന്ന ഒരു ബഡ്ജറ്റ് ആയിരുന്നു ഇത്. രാവിലെ മുതൽ അതിന്റെ ഡിസ്കഷൻസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. MSME സെക്ടറിന് ഈ ബഡ്ജറ്റില് പ്രഖ്യാപിച്ചിട്ടുള്ളത് 14,000 കോടി രൂപയുടെ പാക്കേജാണ്. ഗ്രോത്ത് ഫണ്ട് എന്ന നിലയിൽ ഒരു 10,000 കോടിയും മറ്റ് ചില കാര്യങ്ങളെല്ലാം കൂടി നോക്കിക്കഴിഞ്ഞാൽ ഒരു 4,000 കോടിയും, അങ്ങനെ ഉൾപ്പെടെ 14,000 കോടി രൂപയാണ് ഈ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇത് 23,000 കോടി രൂപയായിരുന്നു കഴിഞ്ഞ ബജറ്റില് CGTMSE ക്രെഡിറ്റ് ഗ്യാരണ്ടി ട്രസ്റ്റ് ഫണ്ടിലേക്കായിട്ട് നല്ലൊരു എമൗണ്ട് ഉണ്ടായിരുന്നു. അതുപോലെ മറ്റ് പല ഓൺഗോയിങ് സ്കീമുകളും നടത്തുന്നതിനുള്ള ഫണ്ടും വകയിരുത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ കേട്ടപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ വിചാരിച്ചത് MSMEക്ക് വലിയൊരു ബൂസ്റ്റ് കൊടുത്തൊരു ബഡ്ജറ്റാണ് ഇത് എന്നുള്ളതാണ്. എന്നാൽ MSME മേഖലയ്ക്ക് ബഡ്ജറ്റിംഗ് അലോക്കേഷൻ ലെവലില് ഏതാണ്ട് 38% കുറവ് വരുത്തിയ ഒരു ബഡ്ജറ്റാണ് ഇത് കഴിഞ്ഞ ബഡ്ജറ്റുമായി കമ്പയർ ചെയ്യുമ്പോൾ. ഇനി മറ്റേതെങ്കിലും ഒരു സ്കീം ഇതിൻ്റെ കൂടെ പ്ലസ് ചെയ്യാനുണ്ടോ എന്ന് എനിക്കറിയില്ല. അല്ലാത്ത ഒരു സാഹചര്യത്തിൽ MSME സെക്ടറിന് മതിയായ പരിഗണന കിട്ടിയില്ല എന്ന് മാത്രമല്ല, അതിൻ്റെ പദ്ധതി വിഹിതം വെട്ടിക്കുറച്ചതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇതില് കാര്യമായി സന്തോഷിക്കാൻ MSME സെക്ടറിന് വലിയ വകയൊന്നുമുണ്ട് എന്ന് തോന്നുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ സ്റ്റാർട്ടപ്പിന് കൊടുത്ത ആനുകൂല്യങ്ങൾ പോലും ഈ പ്രാവശ്യം വളരെ കൃത്യമായിട്ട് ഈ പറഞ്ഞ പ്രഖ്യാപനങ്ങളിൽ ഒന്നും കാണുന്നില്ല. ഇപ്പോൾ മൊത്തത്തിലുള്ള ഒരു ബഡ്ജറ്റ് ഔട്ട്ലേ നോക്കുകയാണെങ്കിൽ, എക്സ്പെൻഡിച്ചർ നോക്കുകയാണെങ്കിൽ, കഴിഞ്ഞ വർഷം 50.65 ലക്ഷം കോടി ആയിരുന്ന ബഡ്ജറ്റിന്റെ ചെലവ് ഈ വർഷം അത് 53.50 കോടിയായി ഉയർന്നിട്ടുണ്ട്. ആ ഒരു വ്യത്യാസം ഉള്ളപ്പോഴും
ചെറുകിട മേഖലയ്ക്ക് കിട്ടേണ്ടിയിരുന്ന ഒരു കൺസിഡറേഷൻ കഴിഞ്ഞ ടേമിനെ അതുപോലെയെങ്കിലും ഈ ടേമിൽ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അത് എന്തുകൊണ്ടാണ് എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ ഇതിൽ വന്നിട്ടുള്ള ഒന്ന് രണ്ട് ആശ്വാസകരമായ പ്രഖ്യാപനങ്ങൾ പറയാം. ഒന്ന്, വ്യവസായങ്ങളുടെ റിസീവബിൾസ് കിട്ടാനുള്ളവ, പ്രോഡക്റ്റ് സപ്ലൈ ചെയ്തിട്ടോ ഒക്കെ കിട്ടാനുള്ളവ, ആ കിട്ടാനുള്ള റിസീവബിൾസ് വെച്ചുകൊണ്ട് അതിന് സെക്യൂരിറ്റിയായി സ്വീകരിച്ചുകൊണ്ട് ധനകാര്യ സ്ഥാപനങ്ങൾക്ക് അതിന് സെക്യൂരിറ്റിയായി സ്വീകരിച്ചുകൊണ്ട് ഫണ്ട് നൽകാം എന്ന് പറയുന്ന ഒരു വ്യവസ്ഥ ഈ ബഡ്ജറ്റിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അത് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രൊവിഷനാണ് എന്ന് തോന്നുന്നു. ശ്രീ ടി എസ് ചന്ദ്രൻ, ക്രെഡിറ്റ് ഗ്യാരണ്ടിയുടെ പരിധിയിൽ മാറ്റം വരുത്തിയിട്ടില്ലേ ഇത്? ഇല്ല, ക്രെഡിറ്റ് ഗ്യാരണ്ടിയുടെ പരിധിയിൽ മാറ്റം വരുത്തിയിട്ടില്ല. അത് കഴിഞ്ഞ ബഡ്ജറ്റില് 5 കോടി എന്നുള്ളത് 10 കോടിയായിട്ട് ഉയർത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞ ബഡ്ജറ്റിൽ വന്നിട്ടുള്ളതാണ് 25-ല്. 26-ലെ ബഡ്ജറ്റിലെ ക്രെഡിറ്റ് ഗ്യാരണ്ടിയെ തൊട്ടിട്ടില്ല. 25-ലെ ബഡ്ജറ്റിൽ തന്നെ നല്ല ഒരു തുക ഈ ക്രെഡിറ്റ് ഗ്യാരണ്ടി ട്രസ്റ്റിന് ബഡ്ജറ്റിൽ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ബഡ്ജറ്റിലും അങ്ങനെ ഒരു തുക മാറ്റിവെച്ചതായിട്ട് കാണുന്നില്ല. മാത്രമല്ല, ഈ സെൻട്രലി സ്പോൺസേർഡ് ആയിട്ടുള്ള സെൻട്രലി ഇംപ്ലിമെന്റ് ചെയ്തു വരുന്ന പല പ്രോജക്റ്റുകളുടെയും ഇംപ്ലിമെന്റേഷൻ ലെവലിൽ കുറച്ചു മുൻപ് തന്നെ, ഒരു 6 മാസം മുൻപ് തന്നെ വലിയ തോതിലുള്ള കട്ട് ഷോട്ട് നടത്തിയിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. കാരണം ഏറ്റവും ഫലപ്രദമായി ഇന്ത്യയിൽ ഒട്ടാകെ നടപ്പിലാക്കി വരുന്ന ഒരു പദ്ധതിയാണ് PMEGP അഥവാ പ്രൈം മിനിസ്റ്റേഴ്സ് എംപ്ലോയ്മെന്റ് ജനറേഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത്. അതിലേക്കുള്ള അപേക്ഷ അപ്ലോഡ് ചെയ്യുന്നത് പോലും ഏറെക്കുറെ നിർത്തിവെച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. നിങ്ങൾ സബ്സിഡി കിട്ടും എന്ന് കരുതി അപേക്ഷയൊന്നും ചെയ്യണ്ട എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. പിന്നെ അപ്പൊ പതുക്കെ അത്തരം സ്കീമുകൾ ഇല്ലാതാക്കാൻ പോവുകയാണോ എന്ന് സംശയിക്കേണ്ട രീതിയിലാണ് ഇന്നത്തെ ബഡ്ജറ്റ്. വ്യക്തമാണ്. വേറൊരു അഡ്വാൻറ്റേജ് ആയിട്ടുള്ള 2 കാര്യങ്ങൾ കൂടി. ഒന്ന്, സിംഗിൾ വിൻഡോ സിസ്റ്റം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന്റെ ഇംപ്ലിമെന്റേഷനിൽ നാഷണൽ ലെവലിൽ കൊണ്ടുവരും എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് ഒരുപക്ഷെ എല്ലാ സംസ്ഥാനത്തെയും വ്യവസായങ്ങളെ ഒരുപോലെ പുഷ്ടിപ്പെടുത്തുന്നതിന് ഗുണപ്പെടും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുപോലെ എക്സ്പോർട്ട് പ്രൊമോഷൻ സെന്റേഴ്സ്, അതുപോലെ ഫാർമ വ്യവസായങ്ങൾക്ക് കൊടുത്തിട്ടുള്ള ഒരു പ്രത്യേക പരിഗണനയുണ്ട്. ഫാർമ ഹബ്ബാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് 10,000 കോടിയുടെ ഒരു ബഡ്ജറ്റ് പ്രൊവിഷൻ അതിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ടെക്സ്റ്റൈൽ ആൻഡ് ട്രഡീഷണൽ ഇൻഡസ്ട്രിക്കും കുറേയേറെ ബെനിഫിറ്റ്സ് കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ചെറുകിട വ്യവസായ മേഖലയെ ബൂസ്റ്റ് ചെയ്യുക നമ്മുടെ ഇന്ത്യൻ എക്കോണമിയുടെ സെക്കൻഡ് എഞ്ചിൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ ബൃഹത്തായ ഒരു സെക്ടറിനെ വേണ്ട രീതിയിൽ അഡ്രസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ ദിലീപ് ജി മേനോൻ, ബാങ്കുകളിലെ നിക്ഷേപങ്ങളുടെ വളർച്ച കുറയുന്ന സാഹചര്യത്തിൽ പുതിയ ബഡ്ജറ്റ് പ്രഖ്യാപനങ്ങൾ ബാങ്കിംഗ് മേഖലയിലേക്ക് കൂടുതൽ പണം എത്തിക്കാൻ സഹായിക്കുമോ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് നമ്മൾ വിലയിരുത്തേണ്ടത്. കാരണം കഴിഞ്ഞ വർഷത്തെ 2025-ലെ ബാങ്കിങ് മേഖലയുടെ പരിഷ്കരണങ്ങൾ കൂടുതലായിട്ടും നമ്മൾ ഈ ഫിനാൻസ് സെക്ടറിനെ ഏറ്റവും സെക്യൂർ ആക്കുന്ന രീതിയിലുള്ള ഡെവലപ്മെന്റ്സുകൾ, അപ്പൊ എങ്ങനെയാണ് ഇൻവെസ്റ്റേഴ്സിന് വിശ്വാസ്യത കൂട്ടാൻ, എന്തൊക്കെ മേഖലകളിൽ ഏതൊക്കെ തരത്തില് ബാങ്കിങ് മേഖലയെ ശക്തിപ്പെടുത്താവുന്ന രീതിയിലുള്ള ഇംപ്ലിമെന്റേഷൻ ആയിരുന്നു കഴിഞ്ഞ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിരുന്നത്. പല ഏരിയകളിലുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ പ്രധാനമായിട്ടും ബാങ്കിങ് മേഖലയുടെ സ്വീകാര്യത അല്ലെങ്കിൽ അതിന്റെ ഇമ്പോർട്ടൻസ് അത് ഏറ്റവും, അതായത് ഇൻവെസ്റ്റേഴ്സിന് ഏറ്റവും സെക്യൂർ. കാരണം അതിനു മുമ്പുള്ള ഒരുപാട് ബാങ്കിങ് മേഖല വളരെ മോശമായ ഒരു അവസ്ഥയിലൊക്കെ ബാങ്കിങ് മേഖല വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന ഒരുപാട് സംഭവവികാസങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് അടുത്ത തലത്തിലേക്ക് നമ്മുടെ രാജ്യത്തിന് ഉയർത്തണമെങ്കിൽ ബാങ്കിങ് മേഖലയെ ഏറ്റവും ശക്തമായിട്ട് കൊണ്ടുവരേണ്ടതുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ബാങ്കിങ് മേഖലയുടെ വിവിധ ഏരിയകളിൽ കൃത്യമായിട്ട് പഠനങ്ങൾ വിധേയമാക്കിയിട്ടുള്ള പരിഷ്കാരങ്ങൾ കഴിഞ്ഞ തവണ കൊണ്ടുവന്നത്. അതിന്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തുടർച്ച തന്നെയാണ് ഇപ്പോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു ബഡ്ജറ്റിനെ ആ ഒരു വർഷത്തെ ബഡ്ജറ്റായിട്ട് മാത്രമല്ല കാണേണ്ടത്. കാരണം ഈ ഇന്ത്യ നമ്മുടെ ഭാരതം എത്തി നിൽക്കുന്ന ഒരു അവസ്ഥയിൽ നിന്നും അടുത്ത തലത്തിലേക്ക് ഉയർത്താൻ പാകത്തിലുള്ള പരിഷ്കരണങ്ങൾക്കാണ് ഞാൻ ധനകാര്യമന്ത്രി ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അതിനെ എന്തൊക്കെയാണോ അവര് കൃത്യമായിട്ട് അതിനെ പഠന വിധേയമാക്കിയിട്ട് അടുത്ത തലത്തിലേക്ക് നമ്മളെ രാജ്യത്തിന്, പ്രത്യേകിച്ച് നമ്മുടെ
വരുന്ന തലത്തിലേക്ക് രാജ്യത്തിന്റെ സമ്പദ്ഘടനയെ ഏറ്റവും ശക്തമാക്കാൻ ഉതകുന്ന തരത്തിലുള്ള പ്രക്രിയകളാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ബഡ്ജറ്റിൽ തന്നെ ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് കൂടുതലായിട്ടും ബാങ്കിങ് മേഖലയെ ശക്തിപ്പെടുത്താൻ, ബാങ്കിങ് മേഖലയെ വിശ്വാസ്യത ഉയർത്താൻ, അല്ലെങ്കിൽ ബാങ്കിങ് മേഖലയെ അടുത്തൊരു തലത്തിലേക്ക് നമ്മുടെ രാജ്യം എത്തി നിൽക്കുന്ന അവസ്ഥയെ എങ്ങനെ സഹായിക്കാൻ ഉതകുന്ന രീതിയിൽ ബാങ്കിങ് മേഖലയെ പരിഷ്കരിക്കാം എന്നുള്ള രീതിയിലുള്ള പ്രഖ്യാപനങ്ങളാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. ശരി, വ്യക്തമാണ്. താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ മനു അശോക്, ഇന്നത്തെ ബഡ്ജറ്റ് വിപണിയെ എങ്ങനെയാണ് ബാധിച്ചത്? വളരെ മോശം. 10-ലൊരു 0 ഞാൻ കൊടുക്കാത്തത് ഓക്കെ, ഒരു 3 മാർക്ക് കൊടുക്കാം. ഇന്ന് PSU ബാങ്ക് PSU ആസ് ഇറ്റ് ഈസ് PSU ബാങ്ക്സ് ഇൻഡെക്സ് 5.56% ഡൗൺ ആണ്. ബാങ്കിങ് ഓവറോൾ 2% കൂടുതൽ ഡൗൺ ആണ്. നിഫ്റ്റിയും 2% ആണ്. 495.2% നിഫ്റ്റി പോയത്. പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് STT തന്നെയാണ്, സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ്. അതിന് 3 എഫക്റ്റാണ് ഉള്ളത്. ഒന്ന്, ഈ മാർക്കറ്റിൽ ലിക്വിഡിറ്റി കൊണ്ടുവരുന്നത് ഈ ട്രേഡേഴ്സാണ്. നമ്മൾ എങ്ങനെ വേണേൽ ക്രിട്ടിസൈസ് ചെയ്യാം, അവരുടെ പൈസ പോകുന്നു, അത് എല്ലാ രീതിയിലും ക്രിട്ടിസൈസ് ചെയ്യാം. പക്ഷെ മാർക്കറ്റിൽ ലിക്വിഡിറ്റി കൊണ്ടുവരുന്നത് ട്രേഡേഴ്സാണ്. അപ്പൊ ഈ സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സസ് ഒരു ജസ്റ്റ് ഒരു കാൽക്കുലേഷൻ ഞാൻ പറയാം. ഇപ്പൊ ഞാനിപ്പോ നിഫ്റ്റി ഫ്യൂച്ചർ ട്രേഡ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇപ്പോ അപ്രോക്സിമേറ്റ്ലി 0.2% ആണ് STT സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ചാർജ്. ആ രീതിയിൽ ഞാൻ കൊടുക്കുന്നത് ഏകദേശം 322 രൂപയുടെ അടുത്താണ്. അത് നേരെ 806 രൂപയായിട്ട് മാറുക. അപ്പൊ ഈ സ്കാൽപ്പേഴ്സ് മാർക്കറ്റ് മേക്കേഴ്സ്, മാർക്കറ്റിൽ ലിക്വിഡിറ്റി കൊണ്ടുവരുന്ന ആളുകൾ, അവരൊക്കെ ഒറ്റയടിക്ക് വല്ലാതാവും. ഇപ്പൊ ഞാൻ നിഫ്റ്റി ട്രേഡ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എന്റെ 10 പോയിന്റ് ആയിരിക്കും ചിലപ്പോ എന്റെ എന്താ പറയാ നോ പ്രോഫിറ്റ് നോ ലോസ്. അതിപ്പോ നേരെ 20 പോയിന്റ് ആവും. അപ്പൊ ആൾറെഡി ഒരു ലോസ് മേക്കിംഗ് ഒരാളെ ഒന്നുകൂടെ പുഷ് ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഉള്ളത്. രണ്ടാമത് FPI ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ്, അവരിതിനെ എങ്ങനെ കാണുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇന്ന് മോസ്റ്റ്ലി എൻ്റെ ഒരു ഇൻഫർമേഷനിൽ FPI മാർക്കറ്റിൽ ഇല്ലായിരുന്നു, FPI ട്രേഡിംഗിൽ ഇല്ലായിരുന്നു. ഈവൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും ഇന്ന് ട്രേഡിംഗിൽ ഇല്ലായിരുന്നു. അവർ നാളെ വന്നിട്ട് എങ്ങനെ ഇതിനെ കാണുമെന്ന് പറയാൻ കഴിയില്ല. അപ്പൊ ഇത് വളരെ ഡിസപ്പോയിന്റിംഗ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ ആയിപ്പോയി, ഈ STT ബേസ്ഡ് ഡിസിഷൻ. ശരി, രണ്ടാമത് പറഞ്ഞോളൂ. മാർക്കറ്റിന്റെ ഒരു വലിയൊരു എക്സ്പെക്ടേഷൻ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് കൊണ്ടുവരും. അത് ഒന്നും വന്നില്ല. മൂന്നാമത് കോർപ്പറേറ്റ് ടാക്സേഷനിൽ തൊട്ടേയില്ല, അതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല. നാലാമത് നമ്മൾ നോക്കുമ്പോൾ ഒരു ഇൻഡസ്ട്രിക്കും ഡയറക്റ്റ് ആയിട്ട് ഒരു ഇൻസെന്റീവ്സോ ഒരു ബെനിഫിറ്റോ കിട്ടിയിട്ടില്ല. അപ്പൊ ഓവറോൾ ആയിട്ട് വളരെ സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള ഒരു ബഡ്ജറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അതിന്റെ കൂടുതൽ അത് ഡെപ്തിൽ പോകുമ്പോൾ ചിലപ്പോ കൂടുതൽ കാര്യങ്ങൾ റിലീവായിട്ട് വരാം. ശരി, നമുക്ക് ചർച്ചയുടെ അടുത്ത ഘട്ടത്തിൽ അതിലേക്ക് പോകാം. ശ്രീ TS ചന്ദ്രൻ, നമ്മൾ MSME സെക്ടറിനെ കാര്യമായി പരിഗണിച്ചില്ല എന്ന് പറയുമ്പോൾ തന്നെ 10,000 കോടി രൂപയുടെ MSME ഗ്രോത്ത് ഫണ്ട് വരുന്നുണ്ട്. അത് ഗ്രൗണ്ട് ലെവൽ MSMEകൾക്ക് യഥാർത്ഥത്തിൽ ലഭ്യമാകുമോ? ശരിക്കും പറഞ്ഞാൽ അതൊരു ഫ്ലെക്സിബിൾ ഫണ്ടായിട്ടാണ് ഇപ്പോൾ ബഡ്ജറ്റിൽ കാണുന്നത്. ഈ MSME സെക്ടറിന്റെ ഏത് മേഖലയിൽ വേണമെങ്കിലും യൂട്ടിലൈസ് ചെയ്യാവുന്ന രീതിക്കാണ് ആ ഒരു ഫണ്ട് ഉള്ളത്. പക്ഷെ അതിൽ പ്രശ്നം എന്താന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം 23,000 ക്രോസ് ഉണ്ടായിരുന്നതാണ് ഈ പ്രാവശ്യം 14,000 ക്രോസ് ആയിട്ട് കുറഞ്ഞതെന്നുള്ളതാണ്. അപ്പൊ എന്തൊക്കെ ഫ്ലെക്സിബിലിറ്റി പറഞ്ഞാലും ബോട്ടം ലെവലിലേക്ക് ഈ ഫണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലും അനുസരിച്ച് പോലും മതിയായ രീതിയിൽ എത്തില്ല എന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പല്ലേ. അപ്പോൾ ഫണ്ടിങ്ങിന്റെ ഫ്ലോയിൽ കുറവുണ്ടാകും എന്ന കാര്യത്തിന് യാതൊരു തർക്കവുമില്ല. മാത്രമല്ല മറ്റൊരു പ്രകടമായിട്ടുള്ള ഒരു പ്രശ്നമുള്ളത് ഈ ഗ്രാമീണ മേഖലയെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ്, ഗ്രാമീണ വിപണിയെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് MSME സെക്ടറുകൾ പ്രോഡക്റ്റ് ഉണ്ടാക്കുകയും വിൽക്കുകയും സർവീസ് നടത്തുകയും ഒക്കെ ചെയ്യുന്നത്.
ഈ ഗ്രാമീണ മേഖലയുടെ അവസ്ഥ വലിയ തോതിൽ ഈ ബഡ്ജറ്റും അതുപോലെ മറ്റു കാര്യങ്ങളും ഗ്രാമീണ മേഖലയുടെ അവസ്ഥ വല്ലാണ്ട് ശോഷിപ്പിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഇത് കാര്യങ്ങൾ വന്നിട്ടുള്ളത്. ഒറ്റ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മുടെ MNREGS എന്ന് പറയുന്നത് നമുക്കറിയാം, കേരളത്തിലെ റൂറൽ ഇൻഡസ്ട്രിയെ, റൂറൽ പർച്ചേസിംഗ് പവറിനെ വല്ലാണ്ട് സ്വാധീനിച്ചിരുന്ന, മെച്ചപ്പെടുത്തിയിരുന്ന ഒരു ഘടകമായിരുന്നു. അതിനെ റാംജി പദ്ധതി എന്ന പേരിൽ പുനർനാമകരണം ചെയ്ത് അവതരിപ്പിക്കുമ്പോൾ അതിന്റെ ഒരു കോൺട്രിബ്യൂഷൻ ലെവലിൽ നോക്കിക്കഴിഞ്ഞാൽ 40% സ്റ്റേറ്റ് ചെയ്യണമെന്നായി, 60% മാത്രമേ സെൻട്രൽ ചെയ്യൂ എന്നായി അങ്ങനെ നിയമത്തിൽ മാറ്റി വന്നു. പക്ഷെ ഇതില് സഫിഷ്യന്റ് ആയ ഒരു ഫണ്ട് മാറ്റി വെച്ചിട്ട് ഇപ്പോഴും അതിനെ അഡ്രസ് ചെയ്തിട്ടില്ല. ഈ റാംജി പദ്ധതിയൊക്കെ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ വളരെ വിഷണറി ആയിട്ടുള്ള നമ്മുടെ മൻമോഹൻ സിംഗിന്റെ കാലത്ത് കൊണ്ടുവന്ന അതിബൃഹത്തായ ഒരു പദ്ധതിയാണ്. ശരിക്കും പറഞ്ഞാൽ ഭാരതം സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം നാം കണ്ട ഏറ്റവും പ്രബലമായ പ്രാധാന്യമുള്ള 2 പദ്ധതികൾ ഏതാണ് എന്ന് ചോദിച്ചാൽ, ഒന്ന് MNREGS തൊഴിലുറപ്പ് പദ്ധതിയും മറ്റൊന്ന് വിവരാവകാശ നിയമവുമാണ് എന്ന് കണ്ണുമടച്ച് നമുക്ക് പറയാൻ കഴിയും. അത്രമാത്രം പൗരന്റെ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ പ്രൊട്ടക്ട് ചെയ്ത, അഡ്രസ് ചെയ്ത മറ്റൊരു നിയമം കേരളത്തിൽ, ഈ ഭാരതത്തിൽ കൊണ്ടുവന്നിട്ടില്ല. റൈറ്റ് ടു വർക്ക് എന്ന ഒരു വ്യക്തിയുടെ, ഇന്ത്യൻ ഭരണഘടന നൽകുന്ന റൈറ്റ് ടു വർക്ക് എന്ന് പറയുന്ന ഒരു പൗരന്റെ അവകാശം അഡ്രസ് ചെയ്ത അതിബൃഹത്തായ ഒരു നിയമമായിരുന്നു അത്. ആർക്ക് വേണമെങ്കിലും സ്വന്തം പ്രദേശത്തെ ഗ്രാമപഞ്ചായത്തിൽ പോയി തൊഴിലിന് വേണ്ടി രജിസ്റ്റർ ചെയ്യുന്നതിനും 100 ദിവസത്തെ തൊഴില് എൻഷുർ ചെയ്യുന്നതിനും ആ പദ്ധതി വിഭാവന ചെയ്തിരുന്നു. അത് 2005 മുതൽ വളരെ ഫലപ്രദമായി നടപ്പിലാക്കി വരികയാണ്. ഇപ്പം നമ്മളൊക്കെ പല ആൾക്കാരും അത് പറയുന്നുണ്ട്, കൂട്ടം കൂടി നിൽക്കുന്നേ ഉള്ളൂ, പണിയെടുക്കുന്നില്ല എന്നൊക്കെ. ഇതൊരു സോഷ്യൽ ഗ്യാതറിങ്ങിനെ ഒക്കെ സൗകര്യപ്പെടുത്തുന്ന, റൂറൽ തലത്തിലേക്ക് പാവപ്പെട്ടവന്റെ കൈകളിലേക്ക് കുറെ പൈസ എത്തിക്കുന്ന പരിപാടിയായിരുന്നു. ഈ പരിപാടി ഏറെക്കുറെ നിൽക്കാൻ പോവുകയാണ് എന്നാണ് ഇന്നത്തെ ബജറ്റിൽ നിന്നും മനസ്സിലാകുന്ന ഒരു കാര്യം. അതിന് 2 കാരണങ്ങൾ. ഒന്ന്, ഇതിന്റെ ഇംപ്ലിമെന്റേഷൻ തലത്തിൽ വലിയ തോതിലുള്ള റെസ്ട്രിക്ഷൻസ് നിരന്തരമായി കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഒരു പഞ്ചായത്തിനെ സംബന്ധിച്ച് MNREGS 20 വർക്കുകൾ മാത്രമേ അറ്റ് എ ടൈമില് ഈ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റൂ. 20 വർക്ക്. ആ പഞ്ചായത്തിന് ഈ 20 വർക്കും എക്സിക്യൂട്ട് ചെയ്ത് അതിന്റെ സിറ്റിസൺസ് ഇൻഫർമേഷൻ ബോർഡും സ്ഥാപിച്ച് അതും റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അടുത്തൊരു വർക്ക് ഇനിഷ്യേറ്റ് ചെയ്യാൻ പറ്റൂ. അപ്പൊ ഒത്തിരി വാർഡുകളൊക്കെ ഉള്ള പഞ്ചായത്തുകളിൽ 1 വർക്കോ 2 വർക്കോ ആയിട്ട് ലിമിറ്റ് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോ 100 ദിവസം പോയിട്ട് ഒരു 15 ദിവസം പോലും വർക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഈ സ്കീം മാറ്റപ്പെടും എന്നുള്ളതാണ്. അതുപോലെ നിരവധിയായിട്ടുള്ള ഈ ബോട്ടം ലെവലിലെ എക്കണോമിക് ഗ്രോത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതികൾക്ക് ഫണ്ടില്ല, പ്രോത്സാഹനമില്ല. ശരി, ഗൗരവം അറിയിക്കുന്ന ഒരു വിഷയമാണത്. ശ്രീ ദിലീപ് ജി മേനോൻ, ക്യാപെക്സിന്റെ വർധന ബാങ്കുകളുടെ ക്രെഡിറ്റ് ഗ്രോത്ത് എത്രത്തോളം ഉയർത്തും? ഇപ്പോഴത്തെ സാഹചര്യത്തില് ഞാൻ മനസ്സിലാക്കുന്നത് ക്യാപെക്സിന്റെ അതിനും അപ്പുറമായിട്ട് നമ്മൾ കാണേണ്ടത് നമ്മുടെ ഭാരതം എത്തി നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്. കാരണം എന്നും ബാങ്കിങ് മേഖല സുശക്തമായിരുന്നു. ആ സുശക്തമായതുകൊണ്ട് മാത്രമാണ് വേൾഡിൽ പല പ്രശ്നങ്ങളുണ്ടായിട്ടും നമ്മുടെ മേഖല മാത്രം ഇപ്പോഴും ശക്തമായിട്ട് നിൽക്കാൻ കാരണം. ഇപ്പൊ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള അടുത്തൊരു റീഫോമിലേക്ക് ഭാരതം മുതിർന്നുകൊണ്ടിരിക്കുകയാണ്. ഭാരതത്തിന്റെ ബാങ്കിങ് മേഖലയെ, അതായത് നമ്മൾ മനസ്സിലാക്കിയത് ബാങ്കിങ് ഫോർ വികസിത് ഭാരത് എന്നുള്ള രീതിയിൽ ഒരു ഹൈ പവർ കമ്മിറ്റിയെ വെച്ചിട്ട് എല്ലാ മേഖലകളെയും, ഈ ബാങ്കിങ് മേഖലയെ അടുത്ത തലത്തിലേക്ക് നമ്മൾ ഉയരുന്നതിന്റെ ഭാഗമായിട്ടുള്ള ചേഞ്ചസുകളാണ് നമ്മൾ ഉയർത്തിക്കൊണ്ടുവരുന്നത്. ഇപ്പൊ ക്യാപെക്സിന്റെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായിട്ട് പറഞ്ഞ നമ്മൾ കാണേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചെറിയ ചെറിയ ഒരു വ്യത്യാസങ്ങൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ വരുന്നത് കൊണ്ട് അത് നമ്മൾ ഇതിനെ വല്ലാതെ എഫക്ട് ചെയ്യുന്നൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ബാങ്കിങ് മേഖല നമുക്ക് അങ്ങനെയാണെങ്കിൽ അറിയാം, കഴിഞ്ഞ 10 വർഷമായിട്ടും ഇപ്പോ ഏറ്റവും ബ്ലണ്ടർ ആയിട്ടുള്ള പല തീരുമാനങ്ങളിൽ നിന്നും പലരും വിശേഷിപ്പിച്ച അടുത്ത് നിന്നാണ്
ബാങ്കിങ് മേഖലയെ അല്ലെങ്കിൽ ഭാരതം തന്നെ ഇത്രയും ശക്തമായിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ പൊസിഷനിൽ എത്തുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് കാണുന്ന ചെറിയ ചെറിയ മാറ്റങ്ങൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ കൊണ്ടൊന്നും പ്രത്യേകമായിട്ടും ഭാരതത്തിന്റെ ബാങ്കിങ് മേഖലയെ വലിയ കാര്യമായിട്ടൊന്നും മാറ്റങ്ങൾ വരാൻ പോകുന്നില്ല, അല്ലെങ്കിൽ ഒന്നും അത് വലിയ കാര്യമായിട്ട് അത് ബാധിക്കുക തന്നെയില്ല. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ഭാരതം ഏറ്റവും വലിയ തരത്തിൽ ബാങ്കിങ് മേഖലയെ കെട്ടിപ്പടുക്കാൻ, അതായത് ഏറ്റവും അടുത്ത തലത്തിലേക്ക് ഉയർത്താൻ പോകുന്ന രീതിയിലേക്കാണ് ബാങ്കിങ് ഫോർ വികസിത് ഭാരത് എന്ന തലത്തിലേക്ക് നിർമ്മല സീതാരാമൻ മുമ്പോട്ട് വച്ചിരിക്കുന്ന ആ ഒരു സങ്കല്പം. അത് അത്യാവശ്യമാണ്. കാരണം ഇനി അടുത്ത തലത്തിലേക്ക് പോകണമെങ്കിൽ നമ്മുടെ മുമ്പിൽ വരുന്ന വെല്ലുവിളികൾക്ക് അനുയോജ്യമായ രീതിയിൽ നമ്മുടെ രാജ്യത്ത് വരുന്ന തലങ്ങൾക്ക് ആവശ്യമായ രീതിയിൽ നമ്മുടെ മേഖലയെ കൃത്യമായിട്ട് കെട്ടിപ്പടുക്കണമെങ്കിൽ സുശക്തമായും വിശ്വാസയോഗ്യവുമായ ഒരു ബാങ്കിങ് മേഖല ഉണ്ടായേ പറ്റുള്ളൂ. അപ്പൊ അതിന് തരത്തിലുള്ള മാറ്റങ്ങൾ തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കൊണ്ടുവന്നത്. പക്ഷേ ഈ മൂലധന ക്യാപെക്സിനായിട്ട് 12 ലക്ഷം കോടി രൂപ വകയിരുത്തുമ്പോൾ രാജ്യത്തിൻ്റെ ധനക്കമ്മി നിയന്ത്രിക്കാൻ സർക്കാരിന് സാധിക്കുമോ? ഇത് ദീർഘകാലാടിസ്ഥാനത്തിൽ പണപ്പെരുപ്പത്തിന് കാരണമാകില്ലേ? ഇത് നമുക്ക് അറ്റ് എ ടൈമിൽ അങ്ങനെ തോന്നാമെങ്കിലും ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഞാനതാ ഞാൻ പറഞ്ഞ ഒരു 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 തലത്തിൽ നിന്ന് നമുക്ക് നോക്കുമ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇതുവരെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു തലത്തിലൊക്കെ ഇത് ശരിക്കും പറഞ്ഞ വെല്ലുവിളി ഉയർത്താവുന്നതാണ്. അപ്പൊ അങ്ങ് പറഞ്ഞ ചോദ്യത്തിന് വളരെ പ്രസക്തിയുണ്ട്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ഇതിനെല്ലാം കൃത്യമായിട്ട് പഠിച്ചിട്ടായിരിക്കണമല്ലോ നമ്മുടെ ധനമന്ത്രി ശരിക്കും ഇതിനെ ഫോക്കസ് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ അവര് ഇതിനെ എങ്ങനെയാണോ ഇത് നമ്മളെ എഫക്ട് ചെയ്യുന്നത് അതിന് തലത്തിലുള്ള മാറ്റങ്ങൾ വരുത്താൻ ഉതകുന്ന പ്രഖ്യാപനങ്ങളും പദ്ധതികളും അവരുടെ മനസ്സിലുണ്ടാവും. ശരിക്കും ഈ പറയുന്ന നേരായ വഴിക്ക് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇത് പരപ്പരവ് ഉണ്ടാക്കേണ്ടതാണ്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ഇതുവരെയുള്ള നമ്മുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ അതിനെ പോസിറ്റീവായിട്ട് കാണാനാണ് ഇഷ്ടപ്പെടുന്നത്. ശരി, ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ മനു അശോക്, ഈ ബഡ്ജറ്റ് മാർക്കറ്റ് ഫ്രണ്ട്ലി ആണോ അതോ ഒരു മാർക്കറ്റ് ന്യൂട്രൽ ആണോ? ഇത് മാർക്കറ്റ് ഫ്രണ്ട്ലി അല്ല, മാർക്കറ്റ് നെഗറ്റീവാണ്. നമ്മൾ കഴിഞ്ഞൊരു 3-4 വർഷത്തെ ബഡ്ജറ്റ് എടുത്താൽ എപ്പോഴും ഗവൺമെന്റ് പബ്ലിക് സെക്ടറിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട്. അത് BEL ആയിക്കോട്ടെ, BHEL ആയിക്കോട്ടെ, റെയിൽവേ ബേസ്ഡ് ഷെയർസ് ആയിക്കോട്ടെ, പബ്ലിക് സെക്ടറിന് എപ്പോഴും ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു പുഷാണ് സെൻട്രൽ ഗവൺമെന്റ് ചെയ്യുന്നത്. ഇപ്രാവശ്യം ഒന്നുമില്ല, അബ്സല്യൂട്ട്ലി നത്തിങ്. ഇപ്പൊ സാർ നോക്കിക്കോളൂ, ആവറേജ് ഷെയർ പ്രൈസ് താഴെ വന്നിരിക്കുന്നതൊക്കെ 5% കൂടുതലാണ്. അത് BEL ആയിക്കോട്ടെ, BHEL ആയിക്കോട്ടെ. അപ്പൊ ഇവരിപ്പം ഡിസ്ഇൻവെസ്റ്റ്മെന്റിനെ പറ്റി പറയുന്നു. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് 80,000 crore റുപ്പീസിന്റെ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ത്രൂ പബ്ലിക് സെക്ടർ സെയിൽസ് ആണ്. അപ്പൊ ഈ പബ്ലിക് സെക്ടറിന്റെ ഷെയർ പ്രൈസ് തന്നെ ഇങ്ങനെ താഴോട്ട് വരുമ്പോൾ അത് എങ്ങനെ മാനേജ് ആകുമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതൊരു കാര്യം. പിന്നെ ഒരു വല്ലാത്തൊരു സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ എല്ലാ അസറ്റ് ക്ലാസ്സുകളും എടുത്തോളൂ, ഏത് അസറ്റ് ക്ലാസ് വേണമെങ്കിലും എടുത്തോളൂ, ഇക്വിറ്റി, ഗോൾഡ്, ഈവൻ റുപ്പി എല്ലാം താഴെ പോകുന്നു. അത് വല്ലാത്തൊരു എക്കണോമിക് സിറ്റുവേഷനാണ്. ഇങ്ങനെ എല്ലാ അസറ്റ് ക്ലാസ്സുകളും ഒരുമിച്ച് താഴെ പോകുക എന്ന് പറയുന്നത് ഒരു സർപ്രൈസിങ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. റുപ്പി താഴെ പോകുന്നത് വെച്ചാൽ ഒരു സെക്ടർ മാത്രം ഇന്ന് പിടിച്ചു നിന്നു. അത് ബഡ്ജറ്റുമായിട്ട് വലിയ കണക്ഷൻ ഇല്ലാത്ത സെക്ടറാണ്, അത് നമ്മുടെ IT ആണ്. അത് ഇന്ന് പോസിറ്റീവില് തീർന്നു. അത് ഒന്ന് ബഡ്ജറ്റുമായിട്ട് കണക്ഷൻ ഇല്ല, പിന്നെ വെളിയിലുള്ള ട്രേഡേഴ്സ് ചിലപ്പം ഇന്ന് ഉണ്ടായില്ല, അതുകൊണ്ടായിരിക്കാം. തിങ്കളാഴ്ച അതായത് നാളെ വളരെ ക്രിട്ടിക്കലാണ്. ഈ FIIസും FPIസും പിന്നെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സും അവരിത് എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അവരിത് നെഗറ്റീവായിട്ട് എടുത്തു കഴിഞ്ഞാൽ മാർക്കറ്റ് വളരെ മോശം കണ്ടീഷനിലേക്ക് പോകാനുള്ള മുഴുവൻ സാധ്യതകളുണ്ട്. ടെക്നിക്കലി ആൾറെഡി നമ്മൾ വീക്കാണ്. എല്ലാ ടെക്നിക്കൽ ലെവൽസിന്റെയും താഴോട്ട് പോയി മാർക്കറ്റ്. ഇതാണ് ഇതിന്റെ ഓവറോൾ ആയിട്ടുള്ള ഇഷ്യൂസ്. തിങ്കളാഴ്ച മാർക്കറ്റ് ബഡ്ജറ്റിനോട് പ്രതികരിക്കും. ആ പ്രതികരണം നെഗറ്റീവ് ആയിരിക്കുമെന്ന് കരുതാൻ കഴിയുമോ? എന്റെ അസംഷൻ അങ്ങനെ തന്നെയാണ്. അത് ഇനിയും താഴെ പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. എവിടെയെങ്കിലും ഒരു ബോട്ടം അടിക്കാൻ ചാൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ FPIസിന്, ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിന് അത്ര താല്പര്യം ഉണ്ടാകണമെന്നില്ല ഈ ഒരു പർട്ടിക്കുലർ നമ്പേഴ്സ്, ഈ ഒരു സിസ്റ്റം. അതാണ് എൻ്റെ ഒരു അസംഷനാണ്. എല്ലാത്തിനും നന്നായിരുന്നു, അല്ലെങ്കിൽ DIIs വൻതോതിൽ ഇടപെട്ട് കഴിഞ്ഞാൽ നന്നായിരുന്നു.
അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു ഇഷ്യൂ ആണ്. FPS കണ്ടിന്യൂസ്ലി സെൽ ചെയ്യുന്നു, DIS മേടിച്ചുകൊണ്ടിരിക്കുന്നു. അത് പക്ഷെ എത്ര നാൾ ഇത് നടക്കും? ഈ ബൈബാക്കിൽ ടാക്സ് ഏർപ്പെടുത്താനുള്ള നീക്കം മാർക്കറ്റിനെ നെഗറ്റീവായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ടോ? മൊത്തത്തിലൊരു നെഗറ്റീവ് മോഡിലേക്ക് പോയി സർ. എല്ലാ രീതിയിലും നമ്മളൊരു നെഗറ്റീവ് ഇന്നത്തെ വിക്സ് ഫോർ എക്സാമ്പിൾ, ഇന്നത്തെ വോളറ്റിലിറ്റി ഇൻഡെക്സ് 10.79 ആണ് പോയത്. 10.79 ആണ് കൂടിയത്. അതായത് 15 മേളിൽ പോയി. 15.10. 15 മേളിൽ പോയ വളരെ കോഷ്യസ് ആണ്. ഒരു 17-18 ഒക്കെ ആകുമ്പോൾ നമ്മൾ വളരെ ഒരു ഡേഞ്ചർ സോണിലോട്ട് എൻട്രി ചെയ്യാം. അപ്പൊ നാളെ കൂടെ ഒരു നെഗറ്റീവ് വന്നാൽ വിക്സ് നമ്മളൊരു ഡേഞ്ചർ സോണിൽ ഇട്ടു പോവുകയും മാർക്കറ്റിലോട്ട് ഫർദർ സെല്ലിങ് വരാനുള്ള ചാൻസ് ഉണ്ട്. ശരി, വ്യക്തമാണ്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ TS ചന്ദ്രൻ, MSME മേഖലയിൽ ഈ ബഡ്ജറ്റ് എന്ത് മാറ്റം വരുത്തുമെന്നാണ് താങ്കൾ കരുതുന്നത്? നിലവിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ, ഇപ്പൊ ക്രെഡിറ്റ് ഗ്യാരണ്ടി ആണെങ്കിൽ 10 കോടി രൂപ വരെ, ചില സെൻട്രലി സ്പോൺസേഡ് സെൻട്രൽ പേ ചെയ്യുന്ന സ്കീമുകളാണെങ്കിൽ ഇപ്പോൾ PMEGP ആയാലും PMFME ആയാലും സർക്കുലർ എക്കോണമി ആയാലും അതുപോലുള്ള സ്കീമുകൾ, ഇതെല്ലാം ഇതേ രീതിയിൽ സസ്റ്റെയിൻ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല എന്നുള്ളതാണ് ഈ ഫണ്ട് വെച്ചുകൊണ്ടുള്ള എൻ്റെ ഒരു അഭിപ്രായം. പക്ഷെ ഇത് ഒരു ഫൈനൽ ഫണ്ടാണോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇതിൽ MSME ക്ലസ്റ്ററുകളെ കുറിച്ച് പറയുന്നുണ്ട്. അതിന്റെ ക്ലസ്റ്ററുകൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ 70-80% വരെ ഗ്രാന്റ് കൊടുക്കുന്ന ഒരു പ്രോജക്റ്റാണ്. അപ്പൊ അതിനൊക്കെ തന്നെ ഈ ഒരു സഫീഷ്യന്റ് ഫണ്ട് മതിയാകാതെ വരും എന്നുള്ളതാണ്. ഇപ്പൊ അതിൽ വന്നിട്ടുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പൊ കേരളത്തെ സംബന്ധിച്ച് അത് വല്ലാണ്ട് ഗുണം ചെയ്യും. കാരണം കേരളത്തിലെ മാർക്കറ്റ് ഗവൺമെന്റിനായാലും ശരി, പല പ്രോഡക്റ്റുകളും സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നേരത്തിന് പൈസ കിട്ടാത്ത ഒരു സ്ഥിതിയുണ്ട്. അപ്പൊ അങ്ങനെ ഇപ്പൊ നല്ല വർക്ക് ഏറ്റെടുത്ത് കംപ്ലീറ്റ് ചെയ്തു, അതിന്റെ പൈസ കൃത്യമായിട്ട് കിട്ടുന്നില്ല. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ കുറഞ്ഞ ഇൻട്രസ്റ്റിന് ഈ ഒരു റിസീവബിൾസ് കിട്ടാനുള്ള തുകയുടെ ബില്ല് വെച്ചുകൊണ്ട് ബാങ്കുകൾക്ക് പണം, ലോണോ ക്രെഡിറ്റോ ഫിനാൻസോ ഈസി ഫിനാൻസ് ആയിട്ട് ചെയ്യാം എന്ന് പറയുന്ന ഒരു തീരുമാനം, അത് കുറച്ച് മെച്ചപ്പെട്ട ഒരു തീരുമാനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു ഗുണം ശരിക്കും നമുക്ക് കിട്ടും. പിന്നെ സെക്ടർ വൈസിൽ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഫാർമ സെക്ടറിനെ കുറച്ച് മെച്ചപ്പെട്ട ഒരു പാക്കേജ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അത് 5 വർഷത്തേക്കാണെങ്കിൽ കൂടി 10,000 കോടിയുടെ പാക്കേജാണ് ഫാർമ സെക്ടറിന് മാത്രമായിട്ട് നീക്കി വെച്ചിട്ടുള്ളത്. അത് ആ മേഖലയ്ക്ക് വല്ലാണ്ട് ഗുണം ചെയ്യും. കാരണം ഇന്ത്യയുടെ ഒരു യുണീക്നെസ് ഉണ്ട്. വേൾഡ് മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ മരുന്ന്, പ്രത്യേകിച്ച് ജനറിക് മെഡിസിന്റെ ഒക്കെ ഉൽപാദനത്തിൽ വളരെ മുന്നിട്ട് നിൽക്കുന്ന ഒരു രാജ്യം എന്ന നിലയിൽ, അതുപോലെ തന്നെ ഇപ്പൊ നമ്മള് ഈസ്റ്റേൺ യൂണിയനുമായിട്ടൊക്കെ യൂറോപ്യൻ യൂണിയനുമായിട്ടൊക്കെ കരാറ് ഏർപ്പെട്ട് വളരെ സ്റ്റാൻഡേർഡായിട്ട് നിൽക്കുന്ന, ആശ്വാസകരമായി നിൽക്കുന്ന ഈ സമയത്ത് അത്തരത്തിലൊരു മിഷൻ വളരെ ഗുണം ചെയ്യും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതിന്റെ പ്രൊഡക്ഷൻ നമുക്ക് വേൾഡ് വൈഡില് വളരെ പൊട്ടൻഷ്യൽ ഉള്ള ഒരു മേഖലയാണ്. അതോടൊപ്പം നമ്മുടെ കേരളത്തിന് ഗുണം ചെയ്യുന്ന, അല്ലെങ്കിൽ MSME സെക്ടറിന് ഗുണം ചെയ്യുന്ന മറ്റൊന്നാണ് നാളികേര വികസനവുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള പ്രോജക്റ്റുകളും സംവിധാനങ്ങളും. അതിന് കൃത്യമായിട്ടുള്ളൊരു എമൗണ്ട് അതിന് പറയുന്നില്ല. പക്ഷെ നാളികേര വികസനം, അതിന്റെ ഏറ്റവും വലിയ ഒരു ഗുണഭോക്താവായിട്ട് വരാൻ പോകുന്നത് കേരളമാണ്. അതിന്റെ വാല്യൂ അഡീഷൻ മുതൽ അതിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, പ്രൊഡക്ടിവിറ്റി കുറഞ്ഞ കോക്കനട്ട് ട്രീസ് റീപ്ലേസ് ചെയ്യുന്നതിന് ഈ പദ്ധതി വലിയ തോതിൽ ലക്ഷ്യം വെക്കുന്നു. അത്തരം കാര്യങ്ങളെ അത് പ്രോത്സാഹിപ്പിക്കും. അതോടൊപ്പം തന്നെ കേരളത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു മേഖല എന്നുള്ള നിലയിൽ കോക്കനട്ട് ഓയിൽ, അതിന്റെ വാല്യൂ ആഡഡ് പ്രോഡക്റ്റുകൾ, മറ്റു നിരവധി വാല്യൂ ആഡഡ് പ്രോഡക്റ്റുകൾക്കും ഒരു പക്ഷേ ഇത്തരം സംരംഭങ്ങൾ ഗുണം ചെയ്യും എന്നുള്ളതാണ്. അതുപോലെ നമ്മുടെ ട്രഡീഷണൽ ഇൻഡസ്ട്രി ആയിട്ടുള്ള കാഷ്യൂ, കൊക്കോ, അത്തരം കാര്യങ്ങൾക്കൊക്കെ തന്നെ കുറച്ചൊരു പ്രാധാന്യം ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെ പ്രീമിയം ഗ്ലോബൽ ബ്രാൻഡുകൾ ഉണ്ടാക്കണം എന്ന ഒരു
ഒരു ആശയവും ഇവിടെ മുന്നോട്ട് വച്ചിട്ടുണ്ട്. ഇപ്പൊ നമുക്കറിയാം, വേൾഡ് വൈഡിൽ എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയുടേതായിട്ട് എന്ന് പറയാവുന്ന ബ്രാൻഡ് എത്ര ബ്രാൻഡുകളുണ്ട് നമുക്ക്. എന്നാൽ വിദേശ രാജ്യങ്ങളുടെ ബ്രാൻഡുകൾ, എത്രയോ ബ്രാൻഡുകളാണ് ഇന്ത്യയില് ഇഷ്ടംപോലെ വിൽക്കപ്പെടുന്നത്. അപ്പൊ ബ്രാൻഡ് ക്രിയേഷൻ എന്ന് പറയുന്നത് വളരെ സാധ്യതയുള്ള വളരെ ആവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ്. അതിനെ ഇത് അഡ്രസ് ചെയ്തിട്ടുണ്ട്. സാൻഡൽവുഡ്, അതുപോലെ ടെക്സ്റ്റൈൽസ്, അതുപോലെ ട്രഡീഷണൽ ഗാർമെന്റ്സ്, നമ്മുടെ ഇന്ന് നിർമ്മല സീതാരാമൻജി ഉടുത്ത കൂത്താമ്പ് സാരി പോലെ അതുപോലുള്ള ഡ്രസ്സുകള്, ടെക്സ്റ്റൈൽ പ്രോഡക്റ്റുകള്, ആ മേഖലയൊക്കെ ബഡ്ജറ്റ് കുറച്ചൊക്കെ അഡ്രസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എങ്കിലും ഇതിനൊരു സഫീഷ്യന്റ് ആയിട്ടുള്ള ഒരു പാക്കേജ് നമുക്ക് കാണാൻ കഴിയില്ല എന്നുള്ളതാണ് ഇതില്. അതുപോലെ തന്നെ സ്കില്ലിംഗ് മേഖലയ്ക്ക് വേണ്ട രീതിയിലുള്ള ഒരു ഇമ്പോർട്ടൻസ് ഈ ബഡ്ജറ്റില് കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ സ്റ്റാർട്ടപ്പുകള്, ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന്റെ ടെക്നോളജി, അതിന്റെ ഡെവലപ്മെന്റിന്റെ ഒരു മിറർ എന്ന് പറയുന്നതാണ് ശരിക്കും പറഞ്ഞാൽ സ്റ്റാർട്ടപ്പുകൾ. അതിനെ വേണ്ട രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുന്നതിനും ബഡ്ജറ്റിന് കഴിഞ്ഞിട്ടില്ല എന്നാണ് ടി എസ് ചന്ദ്രൻ. നമ്മൾ ഈ ചെറുകിട മേഖലയോ MSME മാറ്റി നിർത്തിയാൽ ബഡ്ജറ്റ് മൊത്തത്തിൽ വ്യവസായിക മേഖലയ്ക്ക് ഒരു ദീർഘവീക്ഷണം നൽകുന്നുണ്ടോ? വ്യവസായ മേഖലയ്ക്ക് അതിനൊരു ദീർഘവീക്ഷണം നൽകുന്ന എലമെന്റ്സ് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ ഈ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ, ഇപ്പോൾ ട്രഡീഷണൽ ഇൻഡസ്ട്രി ആയാലും, എക്സ്പോർട്ട് പ്രൊമോഷൻ ആയാലും, അതുപോലെ ഗ്ലോബൽ ബ്രാൻഡിങ് ആയാലും, അത്തരം കാര്യങ്ങളൊക്കെ MSME മേഖലയെ സഹായിക്കുന്ന ഒരു മേഖലകൾ തന്നെയാണ്. ശരി, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ശരി, ശ്രീ ദിലീപ് ജി മേനോൻ, ഈ ഫിൻടെക് കമ്പനികൾക്ക് നൽകുന്ന പ്രോത്സാഹനങ്ങൾ പരമ്പരാഗത ബാങ്കുകൾക്ക് ഒരു ഭീഷണിയാണോ, അതോ അതൊരു അവസരമാണോ? നമ്മളിത് രണ്ട് രീതിയിൽ എടുക്കാം. സത്യത്തിൽ ഇതിന് നമ്മൾ എടുക്കേണ്ടത് ഇന്ന് ഭാരതം നിൽക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് എടുക്കേണ്ടത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മളിപ്പോ എക്സ്പെക്ട് ചെയ്യുന്ന ഈ യൂറോപ്യൻ യൂണിയന്റെ ഒക്കെ ഈ ഒരു കരാറിന് ശേഷം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ്സും ഒരു ഹ്യൂജ് ബിസിനസ് ഉണ്ട്. അപ്പൊ ഇതിനെ ആനുപാതികമായിട്ട് ഇതിനെ ബലപ്പെടുത്തുന്ന രീതിയിലൊക്കെ തന്നെയാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ കൊണ്ടുവരുന്നത്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഒരു തരത്തിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് എഫക്ട് ചെയ്യുന്നത് നമുക്ക് പണ്ടത്തെ ഒരു അവസ്ഥയിലാണെങ്കിൽ പരമ്പരാഗത ബാങ്കുകൾക്ക് ഇത് ഒരു നെഗറ്റീവ് തിങ്ക് ചെയ്യാമെങ്കിൽ ഇന്നത്തെ ഒരു കോമ്പറ്റീഷൻ ഇതില് ശരിക്കും പറഞ്ഞാൽ അവർ ആ സ്പിരിറ്റിൽ അത് എടുക്കുകയാണെങ്കിൽ അത് ശരിക്കും അവർക്കൊരു അവസരം തന്നെയാണ്. ഈ കേരളത്തിലെ ബാങ്കുകളിലും NBFCകളിലും വിദേശ മൂലധനം വൻതോതിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസരമാണിത്. അത്തരം നിക്ഷേപങ്ങളെ, വിദേശ ഫണ്ടുകളുടെ നിക്ഷേപങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന യാതൊരു നടപടിയും ഈ ബഡ്ജറ്റിൽ ഉണ്ടായിട്ടില്ലല്ലോ. അല്ല, ഈ പ്രോത്സാഹനം എന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഏത് തരത്തിലാണെന്ന് മനസ്സിലാക്കണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല്, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് നമ്മളിപ്പോ ചിന്തിക്കുന്നത് ലെൻഡിങ് എന്ന് പറഞ്ഞാൽ ബാങ്ക് എന്നുള്ളത് മാത്രമാണ്. അല്ലാത്ത രീതിയിൽ സത്യത്തിൽ ഇൻവെസ്റ്റ്മെന്റ്സുകൾ ചെയ്യാനുള്ള ഒരുപാട് അവസരങ്ങൾ ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലുണ്ട്, പല രീതിയിലുണ്ട്. പക്ഷേ നമ്മളെ സംബന്ധിച്ച് ഒരു ക്രിയാത്മകമായിട്ട് അതിനനുയോജ്യമായ തരത്തിലുള്ള പ്രോജക്റ്റുകളിലേക്കല്ല ഇൻവെസ്റ്റ്മെന്റ് പോകുന്നതും. മാത്രമല്ല, നമ്മുടെ സ്വീകാര്യത എത്രത്തോളം ഉണ്ടെന്നുള്ളത് പലപ്പോഴും നമ്മൾ തന്നെ മനസ്സിലാക്കുന്നതല്ല. ഇപ്പൊ കേരളത്തിൽ ഒരു ഇൻവെസ്റ്റ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, നമ്മളെ സംബന്ധിച്ച് കേരളത്തിൽ ഉണ്ടാവുന്ന ഇൻവെസ്റ്റ്മെന്റ്സ് ഒരിക്കലും ഒരു പ്രൊഡക്ഷൻ ലെവലിലല്ല വരുന്നത്. അല്ലാത്ത തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ്സുകളാണ് കൂടുതൽ വരുന്നത്. ഒരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്സുകൾ വരികയാണെങ്കിൽ മാത്രമാണ് കേരളത്തിന്റെ എക്കണോമിക്ക് അത് ഗുണാവുകയുള്ളൂ. നമ്മളിപ്പോ കാണുന്ന ഏത് മേഖല എടുത്തു കഴിഞ്ഞാലും നമുക്ക് എന്റർടൈൻമെന്റ് മേഖലകളിലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മേഖലകളിലാണ് കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ്സുകൾ വരുന്നത്. ഒരു പ്രൊഡക്ഷൻ ലെവലിൽ ഇതുവരെ സത്യത്തിൽ നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ്സുകൾ നമ്മളിപ്പോ പല രീതിയിലും പല നമ്പറുകളൊക്കെ പറയുന്നുണ്ടെങ്കിലും പ്രൊഡക്റ്റീവായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ 10-15 വർഷമായിട്ട് കേരളത്തിന്റെ ഏത് മേഖലകളിലാണ് നമുക്ക് ഗ്രോത്ത് ഉണ്ടായിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നമ്പറുകൾക്ക് അപ്പുറമായിട്ട് ഒന്നുമില്ല. നമ്മളിപ്പോ ഇത് ആരോപണങ്ങളോ ആരെയും വിമർശിക്കുന്ന ഒന്നുമല്ല. നമ്മള് മറ്റ് സ്റ്റേറ്റ്സുകളെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഉണ്ടാവുന്ന ഗ്രോത്ത് ലെവൽ, ഇപ്പൊ അഗ്രികൾച്ചർ ആയിക്കോട്ടെ, മറ്റേത് മേഖലകളിലായിക്കോട്ടെ, എന്താണ് നമുക്കുള്ള ഗ്രോത്ത് എന്നുള്ളത് നമുക്കിപ്പോ പറയാൻ പറ്റില്ല. അപ്പോ നമ്മൾ അത്തരത്തിലൊരു പ്രോജക്ട്സ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന ബാങ്കിങ് മേഖലയെ കുറിച്ചാണല്ലോ. ബാങ്കിങ് മേഖലയെ ശക്തിപ്പെടുത്തുന്ന എന്ത് നിർദ്ദേശമാണ് ഈ ബഡ്ജറ്റിലുള്ളത്?
ബാങ്കിങ് മേഖലയെ ശക്തിപ്പെടുത്തുന്ന നിർദ്ദേശം എന്ന് പറയുന്ന ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ബാങ്കിങ് മേഖലയുടെ സ്ട്രക്ചറൽ ആയിട്ടുള്ള അടുത്ത തലത്തിലേക്ക്. കാരണം ഈ ബാങ്കിങ് മേഖല എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ നട്ടെല്ലാണ്. അതിന് അടുത്ത തലത്തിലേക്ക് ഭാരതം ഉയരണമെങ്കിൽ അല്ലെങ്കിൽ വികസിക്കണമെങ്കിൽ ബാങ്കിങ് മേഖലകളിൽ ഡിസിഷൻസുകളാണെങ്കിലും അതിലെ ലെൻഡിങ്ങിന്റെ പ്രയോറിറ്റി സൈറ്റ്സ് ആണെങ്കിലും ഫോക്കസിലൊക്കെ മാറ്റങ്ങൾ വരണം. അപ്പൊ അതിന് കൃത്യമായിട്ടുള്ള പഠനങ്ങൾ നടത്താൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. അത് വലിയൊരു കാര്യമാണ്. കാരണം നമ്മൾ ഇനി വരാൻ പോകുന്ന ചെറിയ ഒരു ഇൻവെസ്റ്റ്മെന്റ്സുകളോ അല്ലെങ്കിൽ ചെറിയ തരത്തിലുള്ള പ്രോജക്ട്സുകളോ ഒന്നും അല്ല ഭാരതം വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അത്തരത്തിലേക്ക് അതിന് പാദമാകുന്ന രീതിയിൽ ബാങ്കിങ് മേഖലയെ ചേഞ്ച് ചെയ്യാനായിട്ടുള്ള ഒരു ആദ്യത്തെ സ്റ്റെപ്പ് തന്നെയാണ് ഈ വികസിത് ഭാരത് ഫോർ ബാങ്കിങ് ഫോർ വികസിത് ഭാരത് എന്നുള്ള തരത്തിലുള്ള ഒരു വലിയൊരു തോട്ടാണ് മുമ്പിൽ വെച്ചിരിക്കുന്നത്. എന്റെ ചോദ്യം അതല്ല, ഈ ബഡ്ജറ്റ് ബാങ്കിങ് മേഖലയുടെ ഇഷ്യൂസിനെ എങ്ങനെ അഡ്രസ്സ് ചെയ്യുന്നു എന്നാണ് ഞാൻ ചോദിച്ചത്. ബഡ്ജറ്റ് സ്പെസിഫിക് ആയിട്ട് ബാങ്കിങ് മേഖലയുടെ ഇഷ്യൂസിനെ എങ്ങനെ അഡ്രസ്സ് ചെയ്യുന്നു എന്നായിരുന്നു ചോദ്യം. അല്ല, ഈ ബാങ്കിങ് മേഖലയുടെ ഇഷ്യൂസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കിങ് മേഖലയിൽ എന്താണ് ഇഷ്യൂസ് എന്നുള്ളത് നമ്മൾ ആദ്യം നോക്കണം. ബാങ്കിങ് മേഖലയുടെ പ്രധാനമായിട്ടുള്ള ഇഷ്യൂസുകൾ തന്നെ പലപ്പോഴും പല ലെൻഡിങ് ഏരിയകളിലും നമ്മൾ ഫോളോ ചെയ്യുന്ന പല പഴയ തരത്തിലുള്ള പല തോട്ട് പ്രോസസ്സുകളോ പഴയ കാര്യങ്ങളോ ഒക്കെയാണ്. അപ്പൊ അതിന് ഒരുപാട് മാറ്റങ്ങൾ, പുതിയ പ്രോജക്ട്സ് വരുമ്പോൾ മാറ്റങ്ങൾ ഉണ്ടാവണം. ഇപ്പൊ നിങ്ങളെല്ലാവരും വളരെ സിമ്പിൾ നമ്മൾ ലോജിക്ക് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നമ്മൾ കാണുന്ന സിബിൽ എന്ന് പറയുന്ന ഒരു സാധനത്തിന് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടാണ് കേരളത്തില് അല്ലെങ്കിൽ ഇന്ത്യയിൽ മുഴുവനായിട്ടും എല്ലാവർക്കും ലോൺ ചെയ്യുന്നത്. ഈ സിബിൽ എന്ന് പറയുന്ന തരത്തിന് അപ്പുറമായിട്ട് നമുക്ക് സത്യം നമ്മുടേതായിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ സിസ്റ്റം നമുക്ക് ഇൻവെസ്റ്റ്മെന്റ്സിൽ ഇല്ല, അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള ക്രെഡിബിലിറ്റിയിൽ ഇല്ല. അപ്പൊ അത്തരത്തിലുള്ള മാറ്റങ്ങൾ സത്യത്തിൽ ഭാരതീയമായിട്ട് തന്നെ വരേണ്ടതാണ്. നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ട പല മേഖലകളെയും ഡിപ്പെൻഡ് ചെയ്യുന്ന ആ തലത്തിലുള്ള ഫോറിൻ കൺട്രീസിന്റെ ഇതിനനുസരിച്ചിട്ടുള്ള പല സർട്ടിഫിക്കേഷൻ പ്രോസസ്സാണ്. അത് നമ്മൾ ഫോളോ ചെയ്യുന്നതിൽ അർത്ഥമില്ല. നമ്മുടെ തരത്തിലായിട്ടുള്ള മാറ്റങ്ങൾ വന്നാലാണ് നമ്മുടെ ആളുകൾക്ക് ഉണ്ടാവുള്ളൂ. ഇപ്പൊ ഞാൻ സിമ്പിൾ പറഞ്ഞുതരാം. ഇപ്പൊ കൊറോണ കാലഘട്ടം കഴിഞ്ഞിട്ടുള്ള എല്ലാ ഇൻഡസ്ട്രികളും ലോസിലോ അല്ലെങ്കിൽ അതിനെ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളിലാണ്. അപ്പൊ ഇവർക്കൊന്നും ബാങ്കിങ് മേഖലകളിൽ നിന്ന് പ്രത്യേകിച്ച് ലെൻഡ് ചെയ്യാൻ പറ്റില്ല. ശരി, ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ മനു അശോക്, ബഡ്ജറ്റ് പ്രഖ്യാപനങ്ങളുടെ അടിസ്ഥാനത്തിൽ വരും ദിവസങ്ങളിൽ വിപണിയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് പ്രതീക്ഷിക്കാവുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ മേഖലകളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ടെക്നിക്കലി മുഴുവൻ നമ്മളൊരു നെഗറ്റീവ് മൈൻഡ് സെറ്റിലോട്ട് പോയിരിക്കുകയാണ്. ഇനി എന്തെങ്കിലും ഇപ്പോൾ ഈ STTയുടെ കാര്യത്തിലായിക്കോട്ടെ അല്ലെങ്കിൽ ടാക്സേഷന്റെ കാര്യത്തിലായിക്കോട്ടെ എന്തെങ്കിലും ഒരു ഡിസ്കഷൻ സംഭവിച്ചാൽ, എന്തെങ്കിലും ഒരു എന്താ പറയുക ഇൻഫർമേഷൻ സെൻട്രൽ ഗവൺമെന്റിന്റെ ഫൈനാൻസ് മിനിസ്റ്ററുടെ പാർട്ടിൽ വന്നാൽ മാർക്കറ്റ് പിടിച്ചു നിൽക്കാം. ഇപ്പൊ വേറൊരു കാര്യം, നമുക്ക് രണ്ട് തരം ഇൻവെസ്റ്റ്മെന്റ് ആണ് ഉള്ളത്. ഒന്ന് FPI, നമ്മുടെ ഡയറക്റ്റ് ആയിട്ട് ട്രേഡിംഗ് മണി, മാർക്കറ്റിലോട്ട് പൈസ വരുന്നു, ഫോറിൻ ട്രേഡിംഗ് മണി മാർക്കറ്റിലോട്ട് പൈസ വരുന്നു, നമ്മൾ ഷെയർ മേടിക്കുന്നു, അവർ വേണ്ടപ്പോൾ വിൽക്കുന്നു, അതിന് കൺട്രോൾ ഇല്ല, ടൈം കൺട്രോൾ ഒന്നുമില്ല FPIക്ക്. രണ്ടാമത് FII, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെന്റ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ യൂറോപ്പുമായിട്ട് എഗ്രിമെന്റ് സൈൻ ചെയ്തപ്പോൾ ഒരു വലിയൊരു എക്സ്പെക്ടേഷൻ യൂറോപ്പിൽ നിന്ന് വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യയിലോട്ട് വരാം FII സ്പേസിൽ. അപ്പോൾ FII ആണ് മെയിൻ ആയിട്ടുള്ള ഒരു നമുക്ക് വേണ്ട ഒരു ഇൻവെസ്റ്റ്മെന്റ്. അത് വരുന്നത് ഇൻഫ്രാസ്ട്രക്ചറിലായിരിക്കാം, കോർ ഇൻഡസ്ട്രീസിലായിരിക്കാം, ഡിഫൻസിലായിരിക്കാം. അങ്ങനെ കോർ ഇൻഡസ്ട്രീസിലാണ് FII ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അത് ഇൻവെസ്റ്റ് ചെയ്താൽ അത് വെരി ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഞാൻ ഓവറോൾ ആയിട്ട് ബഡ്ജറ്റ് നോക്കുമ്പോൾ ഒരു ഡാറ്റ വെയർ ഹൗസിനെ കുറിച്ചൊരു റെഫറൻസ് അല്ലാതെ അത് അത്ര ഒരു എന്താ പറയുക ഇൻവെസ്റ്റ്മെന്റ് ഇന്റൻസീവ് ഒരു ഏരിയയും അല്ല. വേറെ ഒന്നും എനിക്ക് കാണാൻ കഴിയില്ല. ഇനി എന്റെ ലിമിറ്റേഷൻ ആണോ എന്ന് എനിക്കറിയില്ല. FII ഫ്രണ്ട്ലി, FII ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് FII പിടിച്ചു നിർത്താനായിട്ടുള്ളൊരു എന്താ പറയാ ഒരു ഒന്നും കാണുന്നില്ല ബഡ്ജറ്റിൽ ഇപ്പോ. അതൊരു ഒരു വലിയ ഇഷ്യൂ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. FPI വരും പോകും, അതൊക്കെ ആ ട്രേഡിങ് നടന്നുകൊണ്ടിരിക്കും. പക്ഷെ FIIസിന് വേണ്ടിയിട്ട് എന്താണുള്ളത് ഒന്നും കാണുന്നില്ല ഈ പർട്ടിക്കുലർ ഈ ബഡ്ജറ്റിൽ. ശരി, ശ്രീ TS ചന്ദ്രൻ, ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ കടന്നുകയറ്റമാണ് ഈ മത്സരത്തിൽ ഇന്ത്യൻ MSMEകളെ സംരക്ഷിക്കാൻ ആവശ്യമായ ഇറക്കുമതി തീരുവ മാറ്റങ്ങൾ ബഡ്ജറ്റിലുണ്ടോ? നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഇറക്കുമതി കയറ്റുമതി കാര്യങ്ങളിലൊക്കെ ഒരു ആഗോള തലത്തിലുള്ള ഒരു എഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിലുള്ള സമീപനമാണ് സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ
നമുക്ക് ഏതെങ്കിലും ഒരു ഗവൺമെന്റിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ നിന്നുള്ള ഇറക്കുമതിയെ നിയമം മൂലം തടയാനുള്ള സാഹചര്യം വളരെ കുറവാണ്. അപ്പൊ അത് അങ്ങനെ വളരെ സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ മാത്രമേ അത്രയും പറ്റുള്ളൂ. പക്ഷേ ഇവിടെ നമ്മൾ ഇലക്ട്രോണിക് ചിപ്പിന്റെ കാര്യത്തിൽ പോലും നമ്മൾ വളരെ നല്ല രീതിയിൽ ഉൽപാദനം നടത്തുന്ന ഒരു രാജ്യമാണ്. അപ്പോ നമുക്ക് ഇപ്പോ കയറ്റുമതി രംഗത്ത് അമേരിക്ക ഉയർത്തിയിട്ടുള്ള ഒരു ത്രെട്ട് ഉണ്ട്. അതിന് നമ്മൾ ഓവർകം ചെയ്യാനുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ യൂറോപ്യൻ യൂണിയനുമായിട്ട് നമ്മൾ എഗ്രിമെന്റ് ഒപ്പുവെച്ചു, നമ്മൾ അത്തരം കാര്യങ്ങളിലേക്ക് നീങ്ങുകയാണ്. അവിടെ നമ്മൾ ചൈനയെ പ്രതിരോധിക്കേണ്ടത് ചൈനയുടെ ഇറക്കുമതി ഇല്ലാണ്ടാക്കിയിട്ടല്ല. ചൈന എങ്ങനെയാണോ അത്തരം മേഖലയിൽ എത്തപ്പെട്ടത് അത്തരം ടെക്നോളജിക്കലായിട്ട് നമ്മൾ അപ്ഗ്രേഡ് ചെയ്ത് അതിനെ കോമ്പീറ്റ് ചെയ്ത് നിൽക്കുക എന്നുള്ളതാണ്. ഈ കോമ്പറ്റീഷനാണ് നമ്മുടെ കോമ്പീറ്റ് ചെയ്ത് നിൽക്കുക എന്നുള്ളതാണ് ഇന്ന് ലോകം ആവശ്യപ്പെടുന്ന കാര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും രീതിയിൽ സർക്കാരിന് നിങ്ങളെ ഈ ഇമ്പോർട്ട് ചെയ്യുന്നതൊക്കെ റെസ്ട്രിക്റ്റ് ചെയ്യാം, നിങ്ങൾ ഇങ്ങനെ പോയാൽ മതി എന്ന് പറയാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിലിപ്പോ ഇമ്പോർട്ട് റെസ്ട്രിക്റ്റ് ചെയ്തുകൊണ്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ഇതിനകത്തില്ല. അതേസമയം എക്സ്പോർട്ടിനെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വലിയ തോതിലുള്ള എക്സ്പോർട്ട് പ്രൊമോഷൻ സെന്റേഴ്സിന് രൂപം കൊടുക്കും എന്നൊക്കെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എക്സ്പോർട്ടിനെ പ്രൊമോട്ട് ചെയ്യേണ്ടതാണ് ഈ കാര്യത്തിൽ വരുന്നത്. നമ്മൾ ചൈനയെ പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ ബെറ്റർ ആയിട്ട് ഈ വേൾഡ് മാർക്കറ്റിനെ എങ്ങനെ ഉപയോഗപ്പെടുത്താം, എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം, ആ നിലയ്ക്കുള്ള ചർച്ചകളാണ് വേണ്ടത്. അതിന് പറ്റിയ സൗകര്യങ്ങളാണ് ഇവിടെ ചെയ്തു കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഈ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട ഒരു കേരളീയൻ എന്ന നിലയിൽ എനിക്ക് ഉണ്ടായ ബുദ്ധിമുട്ടുകൾ എന്ന് പറയുന്നത് കേരളത്തെ വല്ലാണ്ട് നെഗ്ലക്ട് ചെയ്തു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോ ഇൻഡസ്ട്രിയൽ കോറിഡോർസ് ഡിക്ലെയർ ചെയ്തു, ഹൈ സ്പീഡ് ട്രെയിൻ 7 പ്രഖ്യാപിച്ചു. ശരിക്കും പറഞ്ഞാൽ ഒരു കണക്ഷൻ പോലും ഈ കേരളത്തിൽ വന്നില്ല എന്ന് പറയുമ്പോൾ എന്തൊരു കഷ്ടമാണത്. നമ്മൾ കേരളത്തിലെ ഒരു സംസ്ഥാനം, കേരളം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഒരു സംസ്ഥാനമല്ലേ എന്ന് ചോദിക്കേണ്ട ഗതിയിലേക്ക് പോയിരിക്കുന്നു. 5000 ഈ ബസ്സുകളുടെ കാര്യത്തില്, ടൂറിസം കോറിഡോറിന്റെ കാര്യത്തില്, ട്രോമ കെയർ സെന്റർ, നമ്മൾ എത്രമാത്രം മെച്ചപ്പെട്ട ഒരു സംസ്ഥാനമാണ് ഈ ആരോഗ്യ രംഗത്തൊക്കെ. ബോട്ടം ലെവലില്, അത് ഹൈ ലെവലിലൊക്കെ ആണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളൊക്കെ എന്ന് പറയുന്നത് ഇന്ത്യയില് ഇത്രയും ഭംഗിയായിട്ട് നടക്കുന്ന പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ കാണാൻ വളരെ പ്രയാസമാണ്. ട്രോമ കെയർ സെന്റർ, അതുപോലെ തന്നെ ആയുർവേദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 4 പ്രധാനപ്പെട്ട എയിംസ് പ്രഖ്യാപിച്ചു. അതിന്റെ സ്ഥലം കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. അതിൽ പോലും ഒരെണ്ണം കേരളം ഉണ്ടാകുമോ എന്നുള്ള കാര്യം നമ്മൾ ആശങ്കപ്പെടുകയാണ്. അതുപോലെ വിഴിഞ്ഞം തുറമുഖം ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു വാക്ക് വേണ്ടിയിട്ടില്ല. വിഴിഞ്ഞം എന്ന് പറയുന്നത് കേരളത്തിന്റെ മാത്രം കാര്യമല്ലല്ലോ. കേരളത്തിൽ എന്ത് നേട്ടം ഉണ്ടാക്കിയാലും അത് എല്ലാവർക്കും കിട്ടുന്നതാണ്, സെൻട്രലിനും ഒക്കെ കിട്ടുന്നതാണ്. എത്രയോ കാര്യങ്ങൾ നമ്മൾ പ്രതീക്ഷിച്ചതാണ് വിഴിഞ്ഞം പോർട്ടിന്റെ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട്, അതുപോലെ എയിംസിന്റെ കാര്യവുമായി ബന്ധപ്പെട്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു കേരളീയൻ എന്ന നിലയിൽ ഇത്രയേറെ വിഷമം തോന്നിയിട്ടുള്ള ഒരു ബജറ്റ് വേറെ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. താങ്കൾ പറഞ്ഞത് 100% യോജിക്കുന്നു. കേരളത്തെ പൂർണ്ണമായി അവഗണിച്ച ഒരു ബഡ്ജറ്റാണ്, കേരളത്തിന് നിരാശ മാത്രം സമ്മാനിച്ച ഒരു ബഡ്ജറ്റാണ്. ശ്രീ ദിലീപ് ജി മേനോൻ, ഈ MSMEകൾക്കും അതുപോലെ തന്നെ PM ആവാസ് യോജനയ്ക്കുമൊക്കെയായി പ്രഖ്യാപിച്ച വായ്പാ പദ്ധതികൾ ബാങ്കുകളുടെ നിഷ്ക്രിയ ആസ്തി വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ടോ? ഇതില് ഈ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞൊരു കാര്യം പ്രത്യേകമായിട്ട് ഇപ്പൊ നമ്മളിപ്പോ കേരളത്തിന്റെ എന്നുള്ളതല്ല നമ്മൾ പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത്, ഈ ഗവൺമെന്റ് തലത്തിൽ ചെയ്യുന്ന ഫണ്ടിങ്സിന്റെ ഒക്കെ എല്ലാത്തിന്റെയും, പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള പരിപാടികളിൽ, പ്രത്യേകിച്ച് ഗവൺമെന്റ് പ്രോഗ്രാമുകളിലൊക്കെ ഈ റെസ്പോൺസിബിലിറ്റി സെറ്റ് ചെയ്യുക എന്നുള്ളത് വലിയൊരു ഇമ്പോർട്ടന്റ് കാര്യമാണ്. പലപ്പോഴും ഇത് റെസ്പോൺസിബിലിറ്റി സെറ്റ് ചെയ്യുന്നത് ബ്രാഞ്ച് മാനേജർക്കോ അല്ലെങ്കിൽ ബാങ്കിങ് മേഖല ആവുമ്പോഴാണ് പലപ്പോഴും അത് വേണ്ട രീതിയിൽ കറക്റ്റ് ആയിട്ടുള്ള തരത്തിൽ പോവാതിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ റെസ്പോൺസിബിലിറ്റി എന്ന് വെച്ചാൽ ഗവൺമെന്റ് ഫണ്ടിങ്, പ്രത്യേകിച്ചും ആവാസ് യോജനയ്ക്കാണെങ്കിലും ഞാൻ എപ്പോഴും നമ്മൾ വളരെ സെൻസിറ്റീവാണ്. നമ്മൾ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് നമ്മളെല്ലാവരും പിണങ്ങും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതൊരു ലോങ് ടേം വിഷനിൽ ചെയ്തിട്ടുള്ള പരിപാടികളായിട്ടാണ്
ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. നമ്മള് ഇന്നലെകളുടെ നമ്മുടെ ഉറപ്പുകളെ നമ്മൾ ഇന്ന് വിശ്വസിക്കില്ലാണ്ട് വേറെ വഴിയില്ല. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ആവാസ് യോജനയാണെങ്കിലും മൊത്തത്തിലും ഒന്നും കാണാതെ ആരും ഒന്നും ചെയ്യില്ല എന്നുള്ളൊരു ചിന്ത, അത്ര മണ്ടത്തരം കാണിക്കാൻ പാകത്തിനല്ലല്ലോ. അങ്ങനെ ആയിരുന്നെങ്കിൽ ഭാരതം ഇങ്ങനെ ആവില്ലല്ലോ. അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലാ തീരത്തിലും എല്ലാത്തിനെയും അതിൻ്റെതായിട്ടുള്ള കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ചെയ്യുന്ന ആളുകളാണ്, അല്ലാതെ ഞാനൊന്ന് ഇടപെടുകയാണ്, നമ്മുടെ സമയത്തിന്റെ പരിമിതി കൊണ്ടാണ്. ശ്രീ മനു അശോക്, ഇൻഫ്രാസ്ട്രക്ചർ, ഡിഫൻസ്, റെയിൽവേ മേഖലകൾക്ക് ബഡ്ജറ്റ് ഊന്നൽ നൽകിയിട്ടുണ്ട്. ഇത് ദീർഘകാല നിക്ഷേപകർക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താം? അതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം. ഫോർ എക്സാമ്പിൾ ഇൻഷുറൻസ് മേഖല. ഇൻഷുറൻസ് മേഖലയിൽ വളരെ നെഗ്ലക്ട് ചെയ്തിട്ടൊരു മേഖലയാണ് ഇൻഷുറൻസ് മേഖല. എനിക്ക് തോന്നുന്നു 7-8 വർഷം മുമ്പ് ഒരു ഇൻഷുറൻസ് കമ്പനി ഇവിടെ തുടങ്ങി, ഫോറിൻ ഇൻഷുറൻസ് കമ്പനി. അത് കഴിഞ്ഞിട്ടില്ല, ഇൻവെസ്റ്റ്മെന്റേ ഇല്ല. അത് 100% നെഗ്ലക്റ്റ് ആയി. അതിനെക്കുറിച്ച് ഒരു പരാമർശം പോലും ഇല്ല ബഡ്ജറ്റിൽ. ഇങ്ങനെയുള്ള കുറെ ഇഷ്യൂസ് ഉണ്ട്. ഡിഫൻസ് മേഖലയിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു സ്പെസിഫിക് ആയിട്ട് പബ്ലിക് സെക്ടറിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു ഇതുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓവറോൾ ആയിട്ട് ഒരു സൂപ്പർഫിഷ്യൽ ലെവലിൽ ഇങ്ങനെ ഈ ഡിഫൻസിലും റെയിൽവേയിലുമുള്ള ഓഹരികൾക്ക് ഒരു മുന്നേറ്റ സാധ്യതയുണ്ടോ ഈ ബഡ്ജറ്റിന്റെ പശ്ചാത്തലത്തിൽ? ഇപ്പോ നമ്മുടെ സ്പെസിഫിക്സ് ഇല്ല. ശരി, സ്പെസിഫിക് ഇല്ല, അപ്പം നമുക്കൊന്നും പറയാൻ കഴിയില്ല. ശരി, ഞാൻ ഇടപെടുകയാണ്. ശരി, നമ്മുടെ സമയം ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. തീർത്തും സങ്കീർണമായ ഒരു ആഗോള സാമ്പത്തിക അന്തരീക്ഷത്തിലാണ് ധനമന്ത്രി ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത്. പണപ്പെരുപ്പവും വിദേശ നിക്ഷേപങ്ങളുടെ പിൻവാങ്ങലും വിപണിയെ ബാധിക്കുന്ന സാഹചര്യത്തിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് വിപണിയുടെ ആത്മവിശ്വാസം വീണ്ടെടുക്കാനാണ് സർക്കാർ ശ്രമിച്ചിരിക്കുന്നത്. എന്നാൽ നികുതി ഇളവുകൾ മധ്യവർഗത്തിന് ആശ്വാസമാകുമ്പോഴും MSME മേഖലയിൽ പ്രായോഗികമായ മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്ന് നാം കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു. കടക്കെണിയും റവന്യൂ കമ്മിയും നിയന്ത്രിച്ച ഈ വമ്പൻ പദ്ധതികൾക്ക് എങ്ങനെ പണം കണ്ടെത്തും എന്ന സാമ്പത്തിക വിദഗ്ധരുടെ ആശങ്ക പ്രസക്തമാണ്. ഏതായാലും വരും ദിവസങ്ങളിൽ ഓഹരി വിപണിയുടെ ചലനങ്ങളും വിപണിയിലെ ഉപഭോഗം വർദ്ധിക്കുന്നതും നോക്കി മാത്രമേ ഈ ബഡ്ജറ്റിൻ്റെ യഥാർത്ഥ വിജയം അളക്കാൻ സാധിക്കൂ. ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ TS ചന്ദ്രൻ, ദിലീപ് ജി മേനോൻ, മനു അശോക്, നന്ദി, നമസ്കാരം. This program co-sponsored by JMJ Fintech, NBFC listed at BSE. In association with Shalom Mattress, everlasting comfort and durability. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.